ഹായ് ഫ്രണ്ട്സ്, ഇതൊരു പഴയ കാല ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാനും പറ്റും, നല്ല ടേസ്റ്റിയും കൂടിയാണ് ഇതിനു വേണ്ടി ഇത്രയും അവിലെടുത്തിട്ടുണ്ട്. ഇത് തടിച്ച അവിലാണ്. തടിച്ച അവിൽ കൊണ്ട് ഉണ്ടാക്കുമ്പോഴായിരിക്കും ഇത് നല്ല ടേസ്റ്റ്. ഈ അവിലൊന്ന് കഴുകിയെടുക്കണം. അതിനു വേണ്ടി കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ച് ഇത് കൈവച്ചൊന്ന് സാവധാനത്തിൽ കഴുകിയെടുക്കണം. കൂടുതൽ പ്രസ് ചെയ്യാൻ പാടില്ല, അവിൽ പൊടിഞ്ഞു പോവും. അവിൽ കഴുകി വെള്ളം നല്ലോണം ഊറ്റിയെടുക്കണം. ഇതിൻ്റെ അകത്ത് വെള്ളമൊന്നും ഉണ്ടാകാൻ പാടില്ല, ഫുള്ള് ഡ്രെയിൻ ചെയ്തെടുക്കണം. ഇനി ഈ അവിലിന് ആവശ്യമുള്ള ഉപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കുക. പച്ചത്തേങ്ങ ആയിരിക്കും നല്ലത്. തേങ്ങ എത്ര വേണ്ടെങ്കിലും ഇട്ട് കൊടുക്കുക. കൂടുതൽ തേങ്ങ ഇട്ട് കൊടുക്കുമ്പോൾ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും. ഇനി ഈ തേങ്ങയും ഉപ്പും അവിലിൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്നത് പോലെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അവിലിന് ശരിക്കും ഉപ്പ് പിടിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇതുപോലെ ഉപ്പ് മിക്സ് ചെയ്തെടുക്കുന്നതാണ് ഇതിന് നല്ലത്. സാധാരണ ഉപ്പ് വെള്ളം കലക്കി തളിച്ചു കൊടുക്കും. അങ്ങനെ ചെയ്യുമ്പോൾ എന്താവുമെന്ന് പറഞ്ഞാൽ അവിടെ മാത്രമേ ഉപ്പ് പിടിക്കുള്ളൂ, എല്ലാ ഭാഗത്തും ഉപ്പ് പിടിക്കില്ല. അപ്പോൾ ഈ ഉപ്പുമാവിനൊരു ടേസ്റ്റ് ഉണ്ടാവില്ല. ഇതിപ്പോൾ ഉപ്പ് എല്ലാ ഭാഗത്തും എത്തുന്നത് പോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത്രയും മതി. ഇനി ചൂടായ പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് എണ്ണ ചൂടാകുമ്പോൾ കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പം കുറച്ച് ഇഞ്ചിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇഞ്ചി ഒന്ന് മൂത്ത് വരുമ്പോൾ ഒരു വറ്റൽമുളക് ചെറുതായി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു വലിയ സവാള ചെറുതായി അരിഞ്ഞതും കൂടി ഇട്ട് ഒന്ന് നല്ലോണം വഴറ്റിയെടുക്കാം. സവാള ഒരുപാട് മൂത്ത് പോകാൻ പാടില്ല, ഒന്ന് സോഫ്റ്റായി വരാനേ പാടുള്ളൂ. ഇതിലേക്ക് എരിവിന് ആവശ്യമുള്ള പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് ഇതിലേക്ക് കുറച്ച് കാഷ്യൂനട്ട് മുന്തിരിങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്. ഇത് എൻ്റെ കയ്യിലുള്ളത് കൊണ്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നതേ ഉള്ളൂ. ഇത് ഇടയ്ക്കിടയ്ക്ക് ഉപ്പുമാവിൽ ഇന്നിങ്ങനെ കടിക്കുമ്പോൾ ഒരു നല്ല ടേസ്റ്റും കൂടിയായിരിക്കും, അതുകൊണ്ട് ഞാൻ ഇട്ടുന്നേ ഉള്ളൂ. ഇത് ഇടേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിലേക്ക് വേണ്ടി നിലക്കടലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട്. കറിവേപ്പിലയ്ക്ക് പകരമാണ് ഞാൻ മല്ലിയില ഇട്ട് കൊടുക്കുന്നത്. ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് ഇതിലേക്ക് നമ്മൾ കുഴച്ച് മാറ്റി വെച്ച അവിലിട്ട് കൊടുക്കാം. അവിൽ ഇതുപോലെ ഉണ്ടാകണം, അല്ലെങ്കിൽ ഇത് കുഴഞ്ഞ് കട്ട കെട്ടി പോവും. അങ്ങനെയൊന്നും ആകാൻ പാടില്ല. ഇതുപോലെ ആയിരിക്കണം അവിലുണ്ടാകേണ്ടത്. ഇനി ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അവിൽ നല്ലോണം ഒന്ന് ചൂടാകുന്ന വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ആവശ്യത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ സമയത്ത് ഉപ്പൊന്ന് ചെക്ക് ചെയ്യണം. ഉപ്പ് കുറവുണ്ടെങ്കിൽ കുറച്ച് ചൂടുവെള്ളത്തിൽ ഉപ്പ് കലക്കി ഒന്ന് തളിച്ചു കൊടുക്കാനേ പാടുള്ളൂ. ഇതിപ്പം കറക്റ്റ് പെർഫെക്റ്റായി വന്നിട്ടുണ്ട്. ഇതുപോലെ ഉണ്ടാകണം ഉപ്പുമാവ് ഉണ്ടാക്കി കഴിഞ്ഞാൽ. കട്ടയൊന്നും കെട്ടാതെ നല്ല ഉതിരുതിരായിട്ട് ഉണ്ടാകണം. ഇതിൻ്റെ ഉപ്പൊക്കെ പാകത്തിനുണ്ട്, കറക്റ്റാണ് ഇപ്പോൾ ഇത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന അവിൽ ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട്. ഇത് കഴിക്കാൻ പ്രത്യേകിച്ച് കറീൻ്റെ ഒന്നും ആവശ്യമില്ല. ഓക്കെ ഫ്രണ്ട്സ്, ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.